Meanwhile, in another part of London, ഈ സമയത്ത് in another part of London, ലണ്ടൻ്റെ മറ്റൊരു സ്ഥലത്ത്, ഒലിവർ remained a prisoner. ഒലിവറിനെ പിടിച്ചുകൊണ്ടിട്ടുണ്ട് അല്ലേ. ഒലിവർ remained a prisoner. ഒലിവർ ഒരു തടവ് പുള്ളിയായിരിക്കാം. ഫാഗിൻ had told ഒലിവർ, ഫാഗിൻ ഒലിവറിനോട് പറഞ്ഞു, how ungrateful he had been to run away. നീ എത്ര നന്ദിയില്ലാത്തവനാണ് ടു റൺ അവേ, ഒന്ന് ഓടിപ്പോവാൻ. ഹി ഹാഡ് ടോൾഡ് ഹിം, അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഹി വുഡ് ഹാവ് ഡൈഡ് ഓഫ് ഹങ്കർ വിത്തൗട്ട് ഫാഗിൻസ് കൈൻഡ്നെസ്. അവന് വിശന്ന് വലിഞ്ഞു വന്ന സമയത്ത് ഫാഗിൻ ഫുഡ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ദാറ്റ് ഹി വുഡ് ഹാവ് ഡൈഡ്, അവനന്ന് മരിച്ചു പോയനെ, ഓഫ് ഹങ്കർ, വിശപ്പ് കൊണ്ട്, വിത്തൗട്ട് ഫാഗിൻസ് കൈൻഡ്നെസ്, അന്ന് ഫാഗിൻ്റെ ദയാവായിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ. ഹി വെൻറ്റ് ഓൺ ടു ടെൽ ഒലിവർ, ഹി വെൻറ്റ് ഓൺ, അയാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ടെൽ ഒലിവർ, ഒലിവറിനോട് പറയാം, ദ സ്റ്റോറി ഓഫ് അനദർ യങ് ബോയ്, കഥ പറഞ്ഞു കൊടുക്കുന്നത്, എ സ്റ്റോറി ഓഫ് അനദർ യങ് ബോയ്, വേറെ ഒരു ചെറുപ്പക്കാരനെ പറ്റി, ഹു ഹാഡ് ഗോൺ ടു ദ പോലീസ്, അവനെന്ത് ചെയ്തു, പോലീസിൻ്റെ അടുത്തേക്ക് പോയി, ടു ടെൽ ദം അബൌട്ട് ദ ഗാങ്, ഈ ഗാങ്ങിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്, ബട്ട് ഹു ഹാഡ് ഫൈനലി ബീൻ ഹാങ്ഡ് വൺ മോർണിംഗ്. ലാസ്റ്റ് എന്തുണ്ടായത്, ഫൈനലി അവസാനം അവൻ തൂക്കി കൊന്നു എന്ന് പറഞ്ഞു. അതായത് ഇവർക്ക് പേടിയുണ്ടായിരുന്നു, എന്ത്, ഒലിവറിന് പുറത്തു പോയി ഒലിവറിന് ഈ അവസരം പോലീസിനോട് ഇവരെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഇനി അഥവാ അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒലിവറിൻ്റെ തലയിൽ ചിന്ത പോലും വരാതിരിക്കാൻ വേണ്ടി ഇയാൾ കഥ ഉണ്ടാക്കി പറഞ്ഞു കൊടുക്കണം. ഒരു പയ്യൻ ഇതേപോലെ പോയിട്ട് പോലീസിനോട് പറഞ്ഞു, ലാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അവനെ തൂക്കിക്കൊന്നു, ഫോർ ബീയിങ് എ തീഫ്, അവനൊരു കള്ളനായ കാരണത്താൽ. ഫാഗിൻ ഡിസ്ക്രൈബ്ഡ് ദ ഹാങ്ങിങ് ഇൻ ടെറിഫയിങ് ഡീറ്റെയിൽ. ഫാഗിൻ വിശദീകരിച്ചു കൊടുത്തത് ഹാങ്ങിങ്, ആ തൂങ്ങി മരിച്ച കാര്യത്തിൽ, ഇൻ ടെറിഫയിങ് ഡീറ്റെയിൽ, ഭയപ്പെടുത്തുന്ന രീതിയിലാണ് വിശദീകരിച്ചു കൊടുത്തത്. ആൻഡ് സെഡ് ദാറ്റ്, എന്നിട്ട് പറഞ്ഞു, ഹി ഹോപ്ഡ് ഹി വുഡ് നെവർ ഹാവ് ടു ടെൽ ദ പോലീസ് അബൌട്ട് ഒലിവർ. ആൻഡ് സെഡ് ദാറ്റ്, എന്നിട്ട് പറഞ്ഞു, ഹി ഹോപ്പ്, അവന് പ്രതീക്ഷിക്കുകയാണ്, ഹി വുഡ് നെവർ ഹാവ് ടു ടെൽ ദ പോലീസ് അബൌട്ട് ഒലിവർ, ഒലിവറിനെ കുറിച്ച് പോലീസിനോട് പറഞ്ഞു കൊടുക്കേണ്ടി വരില്ല എന്നുള്ളത്. ആൻഡ് സീ ഒലിവർ വിത്ത് എ റോപ്പ് അറൗണ്ട് ഹിസ് നെക്ക്, ഒലിവർ ഫെൽറ്റ് ഹിസ് ബ്ലഡ് ടേൺ കോൾഡ്. അതായത് ഇവനെ കുറിച്ച് പോലീസിന് അവർ പറഞ്ഞു കൊടുക്കുന്നവന് കള്ളനാണെന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് എന്താണ്, ഇവനെ കാണേണ്ടി വരും, എന്താ, ഒലിവർ വിത്ത് എ റോപ്പ്, ഒരു കയറ് അറൗണ്ട് ഹിസ് നെക്ക്, കഴുത്തിന് ചുറ്റും. ഇത് കേട്ടിട്ട് ഒലിവർ ഫെൽറ്റ് ഹിസ് ബ്ലഡ് ടേൺ കോൾഡ്, ഒലിവറിൻ്റെ രക്തം തണുത്തുപോയി. He remained locked in the room for many days. He remained, അവൻ നിലനിന്നു, locked, പൂട്ടപ്പെട്ട രീതിയിൽ, in the റൂമിൽ for many days, ഒരുപാട് ദിവസം. Seeing nobody between early morning and midnight. Seeing nobody, ആരെയും കാണാതെ, between early morning, രാവിലേക്കും, and midnight, അത് അർദ്ധരാത്രി വരെ. He spent his time thinking sadly, അവൻ ചെലവഴിച്ചു the time സമയം തിങ്കിങ്, ചിന്തിച്ചുകൊണ്ട്, സാഡ്ലി, ദുഃഖത്തോടു കൂടി, അബൌട്ട് ഹിസ് ഫ്രണ്ട്സ്, എൻ്റെ സുഹൃത്തുക്കളെ കുറിച്ച്, ഇൻ പെൻറ്റൺ വില്ലേ എന്ന് പറഞ്ഞാൽ ബ്രൗൺലോൻ്റെ വീടാണ് അല്ലേ, അവിടെയുള്ള സുഹൃത്തുക്കളെ കുറിച്ച് അവൻ ദുഃഖത്തോടെ ചിന്തിച്ചുകൊണ്ട്. ആഫ്റ്റർ എ വീക്ക് ഹി വാസ് ഫ്രീഡ് ടു വാണ്ടർ റൗണ്ട്. ആഫ്റ്റർ എ വീക്ക്, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, ഹി വാസ് ഫ്രീ, അവന് സ്വാതന്ത്ര്യം നൽകി, ടു വാണ്ടർ റൗണ്ട് ദ ഹൗസ്, വീടിന് ചുറ്റും ഇങ്ങനെ നടക്കാൻ, ഡ്യൂറിങ് ദ ഡേ, പകൽ സമയത്ത്. ഇറ്റ് വാസ് എ ഡേർട്ടി പ്ലേസ്, അതൊരാഴ്ച കഴിഞ്ഞപ്പോൾ അവന് പുറത്തു വിട്ടു, പക്ഷെ ആ വീടിന് ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കാം. ഇറ്റ് വാസ് എ ഡേർട്ടി പ്ലേസ്, അത് ചള്ളി പിടിച്ച സ്ഥലമായിരുന്നു, ഫുൾ ഓഫ് റാറ്റ്സ്, നിറച്ച് എലികളാണ്, ആൻഡ് ഇൻസെക്ട്സ്, പ്രാണികളാണ്. ബട്ട് നോ അതർ ലിവിങ് തിങ്, വേറെ ഒരു ജീവനുള്ള വസ്തുവില്ല. ഓൾ ദ വിൻഡോസ്, എല്ലാ ജനൽവാതിലുകളും ക്ലോസ്ഡ്, അടഞ്ഞു കിടക്കുക. ആ സ്ഥലത്ത് ഒരു ജനവാതിലും ആരും ഓപ്പൺ ചെയ്തിട്ടില്ല. ആൻഡ് കവേർഡ് വിത്ത് വുഡ്, അതിന് മരം കൊണ്ട് ഇങ്ങനെ മൂടിയിട്ടുണ്ട്. ആൻഡ് മെറ്റൽ ബാർസ്,
ഇരുമ്പിൻ്റെ കമ്പികൾ കൊണ്ടു ആൻഡ് കെപ്റ്റ് ഔട്ട് ദ ലൈറ്റ്, വെളിച്ചം കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. വൺ ആഫ്റ്റർനൂൺ, ഒരു ദിവസം വൈകുന്നേരം, ദ ഡോഡ്ജർ, അതിൻ്റെ ഒരു പയ്യനുണ്ടല്ലോ ഡോഡ്ജർ ആൻഡ് ചാർലി ബേറ്റ്സ്, ഡോഡ്ജറും പിന്നെ വേറൊരു പയ്യൻ്റെ അവിടെ അല്ലേ ചാർലി ബേറ്റ്സ് വേർ അറ്റ് ഹോം, അവർ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. ആൻഡ് ദേ സ്റ്റാർട്ടഡ് ടെല്ലിങ് ഒലിവർ, അവർ ഇങ്ങനെ തുടങ്ങി സ്റ്റാർട്ടഡ് ടെല്ലിങ് ഒലിവറിനോട് പറയാൻ തുടങ്ങി അബൌട്ട് ദെയർ ലൈവ്സ് ആസ് തീവ്സ്, കള്ളന്മാരായിട്ടുള്ള അവരുടെ ജീവിതത്തെക്കുറിച്ച്. വൈ ഡോണ്ട് യു ബിക്കം വൺ, നിനക്ക് എന്തുകൊണ്ടൊരു കള്ളനായിക്കൂടാ, കാരണം ഇത്ര മഹത്തായ ജീവിതമാണ് എന്നുള്ള രീതിയിലാണ് ഡോഡ്ജറും ചാർലി ബേറ്റ്സും ഞാൻ വിശദീകരിച്ചിട്ട് പറയാം. വൈ ഡോണ്ട് യു ബിക്കം വൺ, നിനക്ക് എന്തുകൊണ്ട് ഒരു കള്ളനായിക്കൂടാ. ചാർലി അവനോട് ചോദിച്ചു, വി ഓൾ ആർ ഹിയർ, നമുക്കവിടെ ഇല്ലേ, ബോത്ത് ഓഫ് എസ്, നമ്മൾ ആൻഡ് ഫാഗിൻ, മാത്രമല്ല ഫാഗിൻ ഉണ്ട്, സൈക്സ് ഉണ്ട്, നാൻസി, ഓൾ ഓഫ് എസ്, ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ. ഐ ഡോണ്ട് വാണ്ട് ടു ബി റിപ്പയർഡ് ഒലിവർ, എനിക്ക് വേണ്ട, എനിക്ക് ആവണ്ട എന്ന രീതിയിൽ ഒലിവർ മറുപടി പറഞ്ഞു. ഐ വിഷ് ദേ ലെറ്റ് മീ ഗോ, എൻ്റെ ആഗ്രഹം എന്തോ അവരെന്നെ വെറുതെ വിട്ടെങ്കിൽ എന്നുള്ള. ബട്ട് ഇറ്റ്സ് എ ഗുഡ് ലൈഫ്, പക്ഷേ അത് നല്ലൊരു ജീവിതമല്ലേ. ദ ഡോഡ്ജർ പറഞ്ഞു, ടേക്കിംഗ് സം കോയിൻസ് ഫ്രം ഹിസ് പോക്കറ്റ്സ്, കുറച്ച് കോയിൻസ് എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് പറഞ്ഞു. ആൻഡ് ത്രോയിങ് ദം, ഇങ്ങനെ എറിഞ്ഞിട്ട് പൈസ ഇങ്ങനെ എറിഞ്ഞ് കാണിച്ചെടുക്കണം. ആൻഡ് ദം ഇൻ ദ എയർ, വായുവിലേക്ക് ഇങ്ങനെ എറിഞ്ഞ ശേഷം, വാട്ട് ഡസ് ഇറ്റ് മാറ്റർ വേർ ദ മണി, comes from, where does the money comes from, what is meant, പൈസ എവിടുന്നാ വരുന്നതിന് എന്താണ് ഒരു പ്രശ്നം എന്ന് ചോദിച്ചു. comes from, he said, ലാഫിങ് ചിരിച്ചുകൊണ്ട്, if you don't steal it someone else will, നീ ഇത് കട്ടെടുത്തില്ലെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ഇത് കട്ടെടുക്കും. you can be sure of that, അത് നിനക്ക് ഉറപ്പാണ്. ഫാഗിൻ entered at this point, ഈ സമയത്ത് ഫാഗിൻ ഉള്ളിലേക്ക് കയറി വന്നു with 2 young men, അയാളുടെ കൂടെ 2 ചെറുപ്പക്കാരനായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. ആൻഡ് ജോയിൻഡ് ഇൻ ദ കോൺവെർസേഷൻ, അവരും ഈ ചർച്ചയിൽ പങ്കെടുത്തു. വൺ ഓഫ് ദ യങ് മെൻ ഹാഡ്, അവരിൽ ഒരു ചെറുപ്പക്കാരന് ജസ്റ്റ് കം ഔട്ട് ഓഫ് പ്രിസൺ, ഇപ്പം ജയിലിൽ നിന്ന് പുറത്ത് വന്നിട്ടേ ഉള്ളൂ. ആൻഡ് ദർ വർ മെനി cheerful jokes about his very short haircut, അവൻ്റെ ഇങ്ങനെ ജയിലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി വെട്ടി ചെറുതാക്കുമല്ലോ. ആൻഡ് ദർ വർ മെനി cheerful jokes, സന്തോഷപ്രദമായിട്ട് ഒരുപാട് തമാശകളുണ്ടായിരുന്നു ഇപ്പം ഈ ഒരു ചർച്ചയിൽ. അബൌട്ട് ഹിസ് വെരി ഷോർട്ട് ഹെയർ കട്ട്, അവൻ്റെ ചെറിയ ഹെയർ കട്ട് കണ്ടിട്ട്. എവറിബഡി സാറ്റ് അറൗണ്ട് ദ ഫയർ, എല്ലാവരും തീ കൂട്ടിയിട്ട് അതിന് ചുറ്റും ഇങ്ങനെ ഇരുന്നു. ടോക്കിംഗ് ആൻഡ് ലാഫിങ്, സംസാരിച്ചുകൊണ്ടും ചിരിച്ചുകൊണ്ടും ഫോർ ഹവേഴ്സ്, മണിക്കൂർ കണക്കിന്. ഫാഗിൻ ടോൾഡ് ഒലിവർ ഹൗ ഗുഡ് ദ ഡോഡ്ജർ വാസ് അറ്റ് ഹിസ് ജോബ്. ഫാഗിൻ ഇങ്ങനെ എന്നെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുക, ആരെക്കുറിച്ച്, ഒലിവറിനെ കൂടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ത് ഹൗ ഗുഡ് ദ ഡോഡ്ജർ എന്ത് ഉഷാറ വാസ് അറ്റ് ഹിസ് ജോബ്, അവൻ്റെ പണിയിൽ. ആൻഡ് വാട്ട് എ ഫ്രണ്ട്ലി ബോയ് ചാർലി. പിന്നെ ചാർലി എന്തൊരു നല്ല സൗഹൃദമുള്ള പയ്യൻ. അത് ഈ ഒലിവറിൻ്റെ സോപ്പിടാണ്, മനസ്സിലായോ? മറ്റൊരു രണ്ടാളും ആദ്യം ഒന്ന് വിശദീകരിച്ചു കൊടുത്തു, എന്ത് സുന്ദരമായ ജീവിതമാണ് കള്ളനായിട്ടുള്ള ജീവിതം എന്നുള്ളത് വിശദീകരിച്ചു കൊടുത്തു. ഇപ്പോൾ ഇവരെല്ലാവരും കൂടി കൂടിയിട്ട് ഇപ്പോൾ ഫാഗിനെ ഡോഡ്ജറിനെ കുറിച്ചിട്ടും പിന്നെ ചാർലിനെ കുറിച്ച്, ഹി വാസ് എത്ര മനോഹരം, എത്ര സൗഹാർദ്ദമുള്ള വ്യക്തിന്. ഇറ്റ് വാസ് വിത്തൗട്ട് ഡൗട്ട്, അതിനൊരു സംശയമില്ല. ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഈവനിങ് Oliver after so many days locked up alone. അപ്പോൾ സംഭവം ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി തമാശയൊക്കെ പറഞ്ഞപ്പോൾ സംഭവം ഒലിവറിന് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ദിവസമായിരുന്നു, ഒരു വൈകുന്നേരമായിരുന്നു അത്. ആഫ്റ്റർ സോ മെനി ഡേയ്സ്, കുറേ ദിവസമായിട്ട് ഇവനെ ലോക്ക്ഡ് അപ്പ് അലോൺ, ഒറ്റയ്ക്ക് പൂട്ടിയിട്ടിരിക്കുകയല്ലായിരുന്നു അല്ലേ. ആഫ്റ്റർ ദാറ്റ് ഈവനിങ്, ആ ഈവനിങ് ശേഷം, ഹി വാസ് റെയർലി ഓൺ ഹിസ് ഓൺ അഗെയിൻ.
പിന്നെ ആ ശേഷം അവനെ പിന്നെ അവനധികം വളരെ വിരളമായ റേറിൽ നിന്ന് വിരളമായ രീതിയിൽ ഒറ്റയ്ക്കാവേണ്ടി വന്നിട്ടുള്ളൂ. ഹി സ്പെൻഡ് എ ലോട്ട് ഓഫ് in so many funny details that Oliver could. Come on, yeah. In so many funny details that Oliver could not stop laughing, even though he knew it was wrong. സംഭവം ഇവരെ കൂടെയുള്ള ആ ദിവസങ്ങൾ നല്ല രസകരമായിരുന്നാണ് പറഞ്ഞത്. സോ മെനി ഫണ്ണി ഡീറ്റെയിൽസ്. ജയിലിൽ പോയ ആൾ ജയിലത്തെ കഥ പറയുന്നുണ്ടാവും, കള്ളന്മാർ കള്ളത്തരത്തിൽ പള്ളം പിടിച്ചതോ അടി കിട്ടിയതോ അവിടുന്ന് രക്ഷപ്പെട്ടതോ, അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ടാവും അല്ലേ. ഇത് കേട്ടിട്ട് ഒലിവറിന് ചിരി നിർത്താൻ പറ്റില്ല. ഈവൻ ദോ ഹി നോ ഇറ്റ് വാസ് റോങ്. അത് പറയുന്ന മുഴുവൻ കള്ളാണെന്ന് അറിയാമെങ്കിലും ഒലിവറിന് ചിരി നിർത്താൻ പറ്റില്ല. ഫാഗിൻ ന്യൂ ദാറ്റ്. ഫാഗിൻ അറിയാം വാട്ട് ഹി വാസ് ഡൂയിങ്. ഫാഗിൻ എന്താ ചെയ്യുന്നത് ഫാഗിൻ അറിയാം. ഹി ഹാഡ് മെയ്ഡ് ഷുവർ ദാറ്റ്, അവൻ ഉറപ്പ് വരുത്തിയിരുന്നു ദാറ്റ് ഒലിവർ വാസ് സോ ലോൺലി ആൻഡ് മിസറബിൾ ദാറ്റ് ഹി വുഡ്. ആദ്യം ഒലിവറിനെ എന്താ ഒറ്റക്കെട്ട് അല്ലേ, ഷുവർ ദാറ്റ് ഒലിവർ ആർ സോ ലോൺലി, അവൻ ഒറ്റക്കായിരുന്നു, ആൻഡ് മിസറബിൾ വളരെ പ്രയാസകരമായ അവസ്ഥയിലായിരുന്നു, ദാറ്റ് ഹി വുഡ് ബി ഡെസ്പറേറ്റ് ഫോർ എനി ഫ്രണ്ട്സ്. അവനിങ്ങനെ ഡെസ്പറേറ്റ് വളരെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്, നിരാശയിൽ നിൽക്കുകയാണ്. ഫോർ എനി ഫ്രണ്ട്സ്, ആരെങ്കിലും ഒരു കൂട്ട് കിട്ടിയെങ്കിൽ. കാരണം അവൻ ഒറ്റയ്ക്ക് ഒരു ജയിലിൻ്റെ ഉള്ളിൽ അല്ലെ റൂമിനുള്ളിൽ പിടിച്ച് വിട്ടു കുറേ കാലം. അതിനുശേഷം ആരെങ്കിലും കിട്ടണം എന്നുള്ള രീതിയിൽ അവനെ അവസ്ഥയിലാക്കിയതിന് ശേഷം പിന്നെ അവർ വളരെ സുഹൃത്തുക്കളെ മാതിരി പെരുമാറിയിട്ട് ഫാഗിൻ അറിയാം ഫാഗിൻ എന്താ ചെയ്യുന്നത്. ഇവനെ സൈക്കോളജിക്കലി ട്രാപ്പ് ചെയ്യാനുള്ള ശ്രമമാണ്. ഹൗഎവർ ക്രിമിനൽ ഡെസ്പറേറ്റ് ഫോർ എനി ഫ്രണ്ട്സ്, ഹൗഎവർ ക്രിമിനൽസ് ആണെങ്കിലും ഒരു സുഹൃത്തിനെ കിട്ടിയെങ്കിൽ എന്ന് വളരെ വിഷമത്തിൽ പ്രയാസകരമായ ഡെസ്പറേറ്റായിട്ട് ഒരാളെ കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുന്ന അവസ്ഥയിലാക്കിയതിന് ശേഷമാണ് അവരെ കൂട്ടുകൂടുന്നത്. സ്ലോലി ആൻഡ് ഡെലിബറേറ്റ്ലി, സാവധാനത്തിൽ ആൻഡ് ഡെലിബറേറ്റ്. അത് ഡെലിബറേറ്റ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട്. ഓക്കെ, ഫാഗിൻ വാസ് ട്രൈങ് ടു പോയിസൺ ദ യങ് ബോയ്സ് മൈൻഡ്. ഫാഗിൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ട്രൈങ് ടു പോയിസൺ, വിഷലിപ്തമാക്കാൻ വേണ്ടിയിട്ട്, മനസ്സിൽ വിഷം കയറ്റാൻ വേണ്ടിയിട്ട്, ദ യങ് ബോയ്സ് മൈൻഡ്, ഈ ചെറിയ കുട്ടിയുടെ മനസ്സിൽ. അപ്പോൾ സൈക്കോളജിക് അപ്രോച്ചാണ് ഇപ്പോൾ ഫാഗിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാവരും വളഞ്ഞ് ഒലിവറിനെ ട്രാപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, സംതിങ് മോർ ഈസ് ഗോയിങ് ടു ഹാപ്പൻ. One damned cold windy night. ദിവസം എന്തുണ്ടായെന്ന് നമുക്കറിയില്ല. The story is going to change. So we will see in the next episode. Okay.